Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള നമ്മളുടെ പൈനാപ്പിൾ പുഡിംഗ് ഇല്ലേ, അത് വ്യത്യസ്തമായ രുചിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾക്ക് കാണാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. നല്ല ക്രീമി ആയിട്ട് തന്നെ നമ്മൾക്ക് പൈനാപ്പിൾ പുഡിങ് വീട്ടിൽ തയ്യാറാക്കാം. അത് ഒട്ടും പാലൊന്നും പിരിഞ്ഞിട്ടും പോവില്ല, നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഫുള്ളായിട്ടുള്ള പൈനാപ്പിളില്ലേ, അത്ര വരും കേട്ടോ. അതാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. ഇത് ഫിലിപ്പീനിൻ്റെ പൈനാപ്പിളാണ്. അപ്പോൾ അത് അത്ര വലിയ മഞ്ഞ കളറൊന്നുമില്ല. അത് കഴിക്കുമ്പം ഭയങ്കര ഇങ്ങനെ പുളി പോലെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊന്നും സാരില്ല, നമുക്കതിനെ നല്ല സെറ്റാക്കിയിട്ട് എടുക്കാം. ഇങ്ങനത്തെ 6 പീസാണ് കേട്ടോ ഈ ഒരു പാക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്ര ക്വാണ്ടിറ്റി മതിയെങ്കിൽ അത്ര ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്താ നിൽക്കുന്നത് പറഞ്ഞാൽ ചെറുതായിട്ട് നുറുക്കി അരിയുന്നില്ലേ, അങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അഗറില്ലേ, ചൈന ഗ്രാസ്, അതിന് 8 ഗ്രാം ആവണം കേട്ടോ. ഇതെടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലിലേക്ക് 8 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് ഫുള്ളായിട്ട് വേണം. അതിനെ 1 കപ്പ് വെള്ളത്തിൽ അവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്. അപ്പോഴത്തേനും ഇത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ അരിഞ്ഞിട്ട് എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഷുഗറിൽ സോട്ട് ചെയ്തിട്ട് വേണം, ഇതിനെ വേവിച്ചെടുത്തിട്ട് വേണം നമ്മൾ ആ പുഡിങ്ങിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പൈനാപ്പിളിനെ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ നടുവിലത്തെ ആ സാധനമില്ലേ, ഞങ്ങൾ അതിനെ കൂഞ്ചെന്നൊക്കെ പറയും. അപ്പോൾ അതിനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ നല്ലോണം കട്ടിയായിട്ട് നടുവിലുണ്ടാകുന്നത് അത് മാറ്റിയിട്ടാണ് ഞാനിത് മുറിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗറാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഷുഗർ ഇത് പോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ലോണം പുളിപ്പെല്ലാം ഇതിലേക്ക് കുറച്ചും കൂടി ഷുഗർ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നല്ല പോലെ വെന്ത് കിട്ടണം കേട്ടോ. ഇത് വെന്തിട്ട് ആ ഷുഗറൊക്കെ നല്ലോണം മെൽട്ടായിട്ട് കിട്ടണം. അപ്പോൾ ഇതിനൊരു നല്ല മഞ്ഞ കളറും വേണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനില്ലേ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നാച്ചുറലായിട്ടുള്ള കളറിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയതുണ്ടാന്ന് ഒന്നും കൂടി ഞാനത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അത് ചൈന ഗ്രാസ് അത് 10 മിനിറ്റ് ആയിട്ടുണ്ട് സോക്ക് ചെയ്തിട്ട്. അത് നമുക്ക് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ടൈമിൽ ഇത് പൈനാപ്പിൾ എസൻസ് ഇല്ലേ, അത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പൈനാപ്പിളിൻ്റെ ഒരു സ്മെല്ല് എന്തുമില്ല ഈ പൈനാപ്പിൾ, അതുകൊണ്ടാണ് പൈനാപ്പിൾ എസൻസും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോഴത്തേനും എന്താ നമ്മളുടെ ചൈന ഗ്രാസും ഇവിടെ മെൽട്ടായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം മെൽറ്റായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ആയിട്ട് കിട്ടണം, അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇത് ഇവിടെ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല, ലോ ഫ്ലെയിമിൽ മെല്ലെ ഇതാകുമ്പോഴത്തേന് ഇത് ചൈന ഗ്രാസും ഞാൻ ലോ ഫ്ലെയിമിൽ ചെറിയ തീയിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും ഇതാ നമ്മളുടെ ഈ പൈനാപ്പിൾ നല്ല പോലെ വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഷുഗറൊക്കെ നല്ലോണം മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തണുത്ത് വരണം. അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും നമുക്ക് എത്രയാണോ ഈ പൈനാപ്പിൾ പുഡിങ്ങിന് മധുരം ആവശ്യമുള്ളത് അത്രയും നമ്മൾക്ക് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടായിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിൾ കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് 1/2 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2.5 കപ്പിൻ്റെ അടുത്ത് വരുന്നുണ്ട് 1/2 ലിറ്റർ. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് നല്ല പോലെ ജ്യൂസിൽ ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അങ്ങനെ നല്ല പോലെ ജ്യൂസാക്കി എടുത്ത് വന്നിട്ടുണ്ട്. അതിനെ ഒരു പാനിലേക്ക് തന്നെ അരിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അതിലിങ്ങനെ നാറ് പോലെ ആയിട്ട് ഉണ്ടാകുന്നില്ലേ, അതില്ലെങ്കിൽ പുഡിങ്ങിലായിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ നമ്മൾ ബായിലിങ്ങനെ തടയുന്ന പോലെയൊക്കെ ആവും. അപ്പോൾ അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേനും നമ്മൾക്ക് ഇവിടെ ചൈന ഗ്രാസും മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് അടുപ്പത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇതിന് ശേഷം ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടി ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മധുരം നമ്മൾ ബാലൻസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് നമ്മൾ കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതിട്ടില്ലെങ്കിലും ഈ മിൽക്ക് പൗഡർ ഇട്ടിട്ടാകുമ്പോൾ തന്നെ നല്ല മിൽക്ക് മെയ്ഡ് ഇട്ടതിനെക്കാട്ടി നല്ല ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. എന്നാലും ഒരു കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ ഞാൻ പൈനാപ്പിൾ എസൻസ് തന്നെയാണ് ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൽ നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ടാവാം. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ തന്നെ നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് വെച്ചിട്ട് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടില്ലേ, അത് തിളക്കേണ്ടൊന്നും ആവശ്യമില്ല. ഇളം ചൂടില്ലേ, വോം വാട്ടർ എല്ലാം ഉണ്ടാകുന്ന ഇളം ചൂട് വെള്ളം എന്നല്ല പറയുന്നത്, ആ കൈയൊക്കെ ഇട്ടിട്ട് നമുക്ക് പൊള്ളാത്ത വിധത്തിലുള്ള ചൂടില്ലേ, ഇളം ചൂട്, ആ ചൂട് മാത്രം മതി. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം ഒരു 2 മിനിറ്റിന് ശേഷം ഈ ചൈന ഗ്രാസും അവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടായിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ചൈന ഗ്രാസ് തന്നെ ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാൻ പാടില്ല. എപ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ മിക്സിയിൽ നമ്മൾ ജ്യൂസ് അടിച്ച ഈ കൂട്ടില്ലേ ജ്യൂസ്, ഈ ജ്യൂസും നല്ലോണം തിളക്കാനൊന്നും പാടില്ല, ഇളം ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ 2 ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ഈ സമയത്ത് ഇങ്ങനെ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ അതിങ്ങനെ പെരുത്തിട്ടൊന്നും പോവില്ല, നല്ല പിരിഞ്ഞ് പോവാതെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതിലേക്ക് ഒന്നും കൂടി ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു വീഡിയോക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും കാണുമ്പോൾ പാർട്ടികളൊക്കെ നല്ല കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, മഞ്ഞൾപ്പൊടി ആയാലും ഫുഡ് കളറായാലും. അപ്പോൾ ഇതൊന്നും ആവശ്യമില്ല. നല്ല പഴുത്ത പൈനാപ്പിൾ കിട്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ പൈനാപ്പിളിൻ്റെ തന്നെ നല്ല കളർ തന്നെ മഞ്ഞ കളറായിട്ട് തന്നെ കിട്ടും. ഇത് നിങ്ങൾക്ക് ആദ്യം തന്നെ കണ്ടല്ലേ, ഈ പൈനാപ്പിളിൽ ഒരു കളറും ഉണ്ടായിട്ടില്ല, ഒരു മണവും ഗുണവും ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാകുമ്പോൾ നല്ല ബെസ്റ്റ് പൈനാപ്പിൾ പുഡിങ് തന്നെ നമുക്ക് കിട്ടും. ഇതാ ഇവിടെ കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് ഇവിടെ പുറത്ത് അങ്ങനെ തന്നെ തണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാകുമ്പോൾ തണുക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഇത് കട്ടയായിട്ട് വരുന്നുണ്ട്, നല്ല ഉറച്ചിട്ട് കിട്ടിയിട്ടുണ്ട്, പുഡിങ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, 1/2 ലിറ്റർ ഒരു പാക്കറ്റ് പാലിലേക്ക് 8 ഗ്രാം ചൈന ഗ്രാസ് മസ്റ്റായിട്ടും ചേർത്തിരിക്കണം. ആ ഒരു പാക്കറ്റ് ഫുള്ള് ചേർക്കണം 8 ഗ്രാമിൻ്റെ. ആ 10 ഗ്രാം ആണെങ്കിൽ അതിൽ നിന്ന് 2 ഗ്രാം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിപ്പോൾ നമ്മൾ അതിൽ ചൈന ഗ്രാസ് മെൽട്ടാക്കിയിട്ടാകുമ്പോൾ ആ മെൽട്ടാക്കിയ പാത്രത്തിലെല്ലാം അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ പോകുന്നില്ലേ, അപ്പോൾ കുറച്ച് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇത് ബാക്കിയുള്ളത് ഇതിലേക്ക് കറക്റ്റ് സെറ്റാണ്. ഇതൊന്ന് തണുത്തു കൂടി കിട്ടിയാൽ നല്ല പീസായിട്ട് നമുക്കിങ്ങനെ മുറിച്ചിട്ടാകുമ്പോൾ നല്ല ക്രീമി ആയിട്ടും വരും, നല്ല പീസായിട്ടും പൂളായിട്ടും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് പൈനാപ്പിൾ പുഡിങ് നിങ്ങൾക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് പാർട്ടികളിലൊക്കെ സ്റ്റാറാവാൻ വേണ്ടിയിട്ടും നമ്മൾക്കിപ്പോൾ ഇഫ്താർ സ്പെഷ്യലായിട്ടും എന്ത് പെരുന്നാളിനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾക്ക് ഈ പുഡിങ് എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റും. അധികം പേരും ഇത് പിരിഞ്ഞു പോകുന്നെന്ന് വിചാരിച്ചിട്ടാണ് കൂടുതലും ഇത് തയ്യാറാക്കാതെ നിൽക്കുന്നുള്ളത്. അപ്പോൾ ആരും പേടിക്കണ്ട, ഇനി ഇങ്ങനെ നിങ്ങൾ ഒരു തവണ ട്രൈ ആക്കിയിട്ട് നോക്ക്. ആർക്കും ഒട്ടും ഫ്ലോപ്പ് ആവാത്ത നല്ല പെർഫെക്റ്റ് ക്രീമി ടെക്സ്ചറിലുള്ള പൈനാപ്പിൾ പുഡിങ് നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ മാംഗോൻ്റെ സീസണൊക്കെ ആയി വരുന്നുണ്ട്, മാങ്ങൻ്റെ. അപ്പോൾ മാങ്ങൻ്റെ പുഡിങ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതേ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താൽ അതും നല്ല പെർഫെക്റ്റ് മാംഗോ പുഡിങ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.